ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. നമ്മുടെ ശരീരത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു മരുന്നാണ് ഉലുവ. നമ്മുടെ മിക്കവരുടെയും വീട്ടിൽ വാങ്ങിയിട്ടുണ്ടാകും ഇത്. അടുക്കളയിൽ കഴിക്കാൻ എന്തുണ്ടെന്ന് നോക്കാൻ മാത്രം പോകുന്നവർ തീർച്ചയായിട്ടും എന്തൊക്കെ വീട്ടിലുണ്ട് എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. മിക്കവാറും ഉലുവ അവിടെ കാണും. കാണാൻ ഇത് നമ്മുടെ കടുക് പോലെ ഒരു ചെറിയ സംഭവമാണെങ്കിലും ഗുണങ്ങളുടെ കാര്യത്തിൽ ആളൊരു വമ്പൻ തന്നെയാണ്. നമ്മുടെ ബോഡി ഫങ്ഷൻ ശരിയായ രീതിയിൽ നടക്കാനാവശ്യമായ വൈറ്റമിനുകളും പ്രോട്ടീനുകളും ഉലുവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിനും മുടിക്കും വളരെയേറെ ഗുണം നൽകുന്ന ഒന്നാണ് ഉലുവ. ഉലുവ കഴിച്ചാൽ തടി കുറയുമോ കൂടുമോ പലർക്കുമുള്ളൊരു സംശയമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ് ലഭിക്കുന്നതോടൊപ്പം തന്നെ വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു. വിശപ്പ് കുറഞ്ഞാലുള്ള ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടുതൽ കഴിക്കാനുള്ള നമ്മുടെ ടെൻഡൻസി ഒന്ന് കുറഞ്ഞു കിട്ടും. അതോടൊപ്പം തന്നെ ശരീരത്തിലെ കൊഴുപ്പ് നീങ്ങിക്കിട്ടുന്നു. ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഉലുവയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് വളരെയേറെ ഗുണകരമായ ഒന്നാണ്. ഉടൻ വ്യത്യാസം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. കൊളസ്ട്രോൾ ഉള്ളവർക്ക് മിക്കവാറും നല്ല കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറവായിരിക്കും. അത്തരക്കാർ ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഫലം നൽകുന്ന ഒന്നാണ്. മിക്കവാറും 1 മാസം ഉപയോഗിച്ചാൽ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. തണുപ്പ് കാലത്ത് കൈകാൽ വേദന വാതരോഗികൾക്ക് പതിവായിട്ടുണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും. ഡയബറ്റിക്സ് വരാതിരിക്കാനും ഉള്ളവർക്ക് ഷുഗർ ലെവൽ കുറച്ചു നിർത്താനും ഉലുവ സഹായിക്കുന്നുണ്ട്. പാരമ്പര്യമായിട്ട് ഡയബറ്റീസിന് ചാൻസ് ഉള്ള വ്യക്തികൾ ഉലുവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കിഡ്നി സ്റ്റോൺ അലിയിച്ച് കളയാൻ ഉലുവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഉലുവ വെള്ളം കഴിച്ചാൽ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ, ഇതെല്ലാം മാറ്റി നിർത്താനായിട്ട് സാധിക്കും. ഉലുവ കഴിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിൻ്റെ കാരണം ഉലുവയിലെ കയ്പ്പ് രുചി തന്നെയാണ്. ഉലുവ കഴിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. 1 മാസം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഗുണകരമായ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണാം. എന്തും അമിതമായാൽ ദോഷം തന്നെയാണ് എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് വെച്ച് ഓവറായിട്ടുള്ള ഉലുവ കഴിക്കൽ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഉലുവ നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ കുറഞ്ഞ അളവിൽ മാത്രം എടുക്കുക. അതായത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമായി വരുന്നുള്ളൂ. അതിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. 1/4 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ എന്തോരം ചെറിയ അളവാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. എന്തെങ്കിലും രോഗങ്ങളുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും വൈദ്യനിർദ്ദേശപ്രകാരം കഴിക്കേണ്ട ഒന്നാണ് ഉലുവ. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന കഴിവുള്ള ഒന്നാണ്. പക്ഷേ അത് രോഗമുള്ള ആൾക്ക് അതേപോലെ തന്നെ പ്രവർത്തിക്കണമെന്നില്ല. അവരുടെ രോഗാവസ്ഥ കൂടി മനസ്സിലാക്കി അതനുസരിച്ച് വേണം കഴിക്കേണ്ടത്. അതുകൊണ്ട് ഉലുവ കഴിച്ച് നമുക്ക് ഒരു ദിവസം കൊണ്ട് വണ്ണം കുറയ്ക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കഴിക്കേണ്ട രീതിയിൽ അത് കഴിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന കാര്യവും നമുക്ക് മറക്കാതിരിക്കാം. അതുപോലെ തന്നെ ഡയബറ്റിക്സ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഉള്ളവർ കഴിക്കുമ്പോൾ തീർച്ചയായും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അല്ലാതെ ഇതുമാത്രം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതിരിക്കുക, ഇതിൻ്റെ ലെവൽ കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.